F&O ട്രേഡുകൾക്ക് മേൽ ചുമത്തുന്ന സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിച്ച ബജറ്റ് നിർദ്ദേശവും അത് വിപണിയെ താൽക്കാലികമായി ബാധിച്ചതും പാടെ അപ്രസക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ 50% തീരുവ, റെസിപ്രോക്കൽ ടാരിഫും പെനൽറ്റി ടാരിഫും അടക്കം ഇത് ചരിത്രമാവുകയാണ്. പകരം ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% കുറച്ചു. വിപണിയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്ന ഈ ട്രേഡ് ഡീലിന്റെ യഥാർത്ഥ ഇമ്പാക്ട് എന്തെല്ലാമായിരിക്കും പരിശോധിക്കാം. വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഈ ട്രേഡ് ഡീലിന്റെ മറ്റ് വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമാണ്. ചുരുക്കി പറയാം. ഒന്ന്, ഈ കരാർ ഇന്ത്യയുടെ GDP വളർച്ചയെ ഉത്തേജിപ്പിക്കും. ബജറ്റ് വിഭാവനം ചെയ്ത ഉദ്ദേശം 7% GDP വളർച്ചാ നിരക്ക് 7.5% കുതിക്കാൻ ഇടയുണ്ട്. ദിസ് വിൽ എൻഹാൻസ് ഇന്ത്യസ് റെപ്യൂട്ടേഷൻ as the fastest growing large economy in the world. 2, ഫൈനാൻഷ്യൽ ഇയർ 2025 ഫൈനാൻഷ്യൽ ഇയർ 2026 മോഡസ്റ്റ് കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്തിന്റെ വർഷങ്ങളായിരുന്നു. ഫൈനാൻഷ്യൽ ഇയർ 2027 വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് 16% മുതൽ 18% വരെ ഉയരാൻ ഇടയുണ്ട്. ദിസ് വിൽ പ്രൊവൈഡ് ദ ഫണ്ടമെന്റൽ സപ്പോർട്ട് to the market. 3, India is likely to outperform in 2026. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ അണ്ടർ പെർഫോമൻസ് മാറി ഔട്ട് പെർഫോമൻസിലേക്ക് പോകാൻ ഇടയുണ്ട്. ദിസ് വിൽ ഫോഴ്സ് FIIs ടു ടേൺ ബയേഴ്സ് ഇൻ ഇന്ത്യ. ഇത് കാത്തിരുന്ന് കാണണം, എങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ ട്രെൻഡുകളുടെ ഫലമായി രൂപ ശക്തിപ്പെടും. വൈകാതെ $1 90 രൂപ എന്ന നിലയിലേക്കും പിന്നീട് 90 രൂപയ്ക്ക് താഴെയും പോകാൻ ഇടയുണ്ട്. ദീസ് ആർ ദ ഫണ്ടമെന്റൽസ്. ഇത് വിപണിയെ ഒരു മീഡിയം ടു ലോങ് റണ്ണിൽ ഗണ്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇന്ന് വിപണിയെ സ്വാധീനിക്കുന്നത് പ്രധാനമായും ടെക്നിക്കൽ ഘടകങ്ങളായിരിക്കും. FIIs തുടർച്ചയായി സെല്ലേഴ്സ് ആയിരുന്നു എന്ന് മാത്രമല്ല, അവർ മാർക്കറ്റിൽ വലിയ ഷോർട്ട് പൊസിഷൻ സൃഷ്ടിച്ചിരുന്നു. ഷോർട്ടിങ്ങിലൂടെ വലിയ പണമുണ്ടാക്കിയിരുന്നു. ഇന്ന് തുടക്കത്തിൽ കാണാൻ പോകുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. അതിനുള്ള പ്രധാന കാരണം FIIസിൻ്റെയും പിന്നെ മാർക്കറ്റിലുള്ള മറ്റ് ഷോർട്ട് സെല്ലേഴ്സിൻ്റെയും വലിയ ഷോർട്ട് കവറിംഗ് ആയിരിക്കും. ദിസ് ഷോർട്ട് സ്ക്വീസ് വിൽ ലീഡ് ടു ഹ്യൂജ് മാർക്കറ്റ് സർജ്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഡ്രാമ അൺഫോൾഡിംഗ് ഇൻ ദ മാർക്കറ്റ്. ഇന്നത്തെ മാർക്കറ്റ് റാലി പൊതുവെ വ്യാപകമായ ഒരു റാലി ആയിരിക്കും. അക്രോസ് മാർക്കറ്റ് ക്യാപ്സ്, large caps, mid caps and small caps. Most of these stocks from these segments will participate. എങ്കിലും ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധാകേന്ദ്രം അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഓഹരികൾക്കായിരിക്കും ശ്രദ്ധ മുഴുവനും. ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഓട്ടോമൊബൈൽ കമ്പോണൻസ് എന്നീ മേഖലകളുടെ ഓഹരികളിൽ വലിയ കുതിപ്പുണ്ടായിരിക്കും. ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത കുറച്ച് നിമിഷങ്ങൾക്കാണ് ഞാനിത് പറയുന്നത്. പല ടെക്സ്റ്റൈൽ കമ്പനീസും, കേരളത്തിലുള്ള ചില ടെക്സ്റ്റൈൽ കമ്പനീസ് അടക്കം 20% അപ്പർ സർക്യൂട്ടിൽ സീലിങ്ങിലാണ്, ലോക്കിലാണ് ഈ കമ്പനികളുടെ ഓഹരികളൊക്കെ തന്നെ. അപ്പോൾ ഷോർട്ട് ഉള്ളത് മാർക്കറ്റിൽ കവർ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഷോർട്ട് സെല്ലേഴ്സ് ഉള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫെയർലി വാല്യൂഡായ ലാർജ് ക്യാപ്സിനാണ് നിക്ഷേപകർ ഇപ്പോൾ ഒരു മീഡിയം ടു ലോങ് ടേമിൽ കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത്. കാരണം ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നാളത്തെയും കൂടി ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വരും ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ തന്നെ ഏതൊക്കെ മേഖലകൾക്കാണ് വിപണിയിലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിപ്പ് നിലനിർത്താനാകുക എന്നുള്ളത് പ്രധാനമാണ്. പലതും ഒരു കുതിപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വരാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ഫെയർലി വാല്യൂഡ് ലാർജ് ക്യാപ്സ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ദേ ക്യാൻ സസ്റ്റെയിൻ ദ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആൻഡ് ദ ഹൈ റേറ്റ്സ്. മാത്രമല്ല ഇനിയും കുതിക്കാൻ സാധ്യതയുണ്ട്. FIIs തിരിച്ചു വരുന്നതോടെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഫേവറിറ്റ് ലാർജ് ക്യാപ്സ് ഓഹരികളിലായിരിക്കും അവർ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. ലീഡിംഗ് ബാങ്ക്സ് ആൻഡ് അതർ ലാർജ് ഫൈനാൻഷ്യൽസ് ആർ ലൈക്ലി ടു വിറ്റ്നസ് ബൈയിങ് ഇൻ ദ ഡേയ്സ് ആൻഡ് വീക്സ് ടു കം. മറ്റ് മേഖലകളിലെ, അതായത് ക്യാപിറ്റൽ ഗുഡ്സ്, ടെലികോം, IT, ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് സെഗ്മെന്റ് എന്നീ മേഖലകളിലും തുടർച്ചയായിട്ടുള്ള ബൈങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വിപണിയിൽ ആരംഭത്തിൽ ഉണ്ടാവാനിരിക്കുന്നത് ഒരു പാനിക് ബൈയിങ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കുതിപ്പ് നിലനിർത്താൻ കേൾപ്പുള്ള
ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്സിലാണ്. അതുകൊണ്ട് മുമ്പ് നിരവധി തവണ പറഞ്ഞിട്ടുള്ള ഫെയർലി വാല്യൂഡ് ലാർജ് ക്യാപ്സിന് മുൻഗണന കൊടുക്കുക. എൻജോയ് ദ ഡ്രാമ, എൻജോയ് ദ ബുൾ റൺ. ബെസ്റ്റ് വിഷസ്.